ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക സംഘർഷം രൂക്ഷമായിരിക്കെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 23 വിമാനങ്ങൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. ഇന്നലെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള എല്ലാ എയർ ഇന്ത്യ വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു. ഇന്ന് ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കൊച്ചിയിലേക്ക് എത്തുമെന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആശങ്ക നിലനിൽക്കുകയാണ്. വിവരങ്ങളുമായി അബ്ദുറഹീം ചേരുന്നുണ്ട്. അബ്ദുറഹീം, നേരിട്ട് നമ്മളെ ബാധിക്കുന്ന ഈ ഒരു യുദ്ധമായി ഇത് മാറുന്നത് ഇതൊക്കെ കൊണ്ടാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഈ വിമാനങ്ങൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താ? ഹർഷൻ, നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയാൻ കഴിയുന്നത് GCC രാജ്യങ്ങളിലേക്കുള്ള മിക്ക വിമാന സർവീസുകളും ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം 3 സർവീസുകൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തുന്നുണ്ട്. 2 മസ്കറ്റിലേക്കുള്ളതാണ്, 1 ജിദ്ദയിലേക്കുള്ളതാണ്. മസ്കറ്റിലേക്ക് സർവീസ് നടത്തുന്നത് ഒമാൻ എയർ ആണ്. അതോടൊപ്പം തന്നെ ജിദ്ദയിലേക്ക് സർവീസ് ഉള്ളത് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. മറ്റ് എല്ലാ സർവീസുകളും, അതായത് GCC രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും ഇതിനോടകം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. എപ്പോഴും വലിയ തിരക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. പക്ഷെ അവിടെ വിജനമായി കിടക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുക. ഏതായാലും വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് നേരത്തെ തന്നെ, അതായത് ഈ സംഘർഷം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾ റദ്ദാക്കും എന്നുള്ള അറിയിപ്പുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതലും ആളുകളും ഇങ്ങോട്ടേക്ക് എത്താത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനങ്ങളിൽ നിന്ന് മാത്രം ഇന്നത്തെ സർവീസുകൾ മാത്രം ഒഴിവാക്കിയിട്ടുള്ളത് 37 ഗൾഫ് വിമാനങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത്. സർവീസ് നടത്തുന്നില്ല. പ്രധാനമായും ഈ ഖത്തർ എയർവേസ്, അതോടൊപ്പം തന്നെ എയർ അറേബ്യ, കൂടാതെ എത്തിഹാദ് എയർവേസ്, എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഈ റദ്ദാക്കിയ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. യാത്രക്കാർക്കൊക്കെ നേരത്തെ വിവരം ലഭിച്ച സാഹചര്യത്തിൽ ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുമില്ല. ഏതായാലും കൊച്ചിയിലേക്ക് എത്തേണ്ട വിമാനങ്ങൾ അതും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിലേക്ക് എത്തേണ്ട ഏകദേശം 38 വിമാനങ്ങളാണ് ഇതുവരെ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഈ മസ്കറ്റിലേക്ക് 8:10 മസ്കറ്റിലേക്കുള്ള ഒമാൻ എയർവേസിന്റെ വിമാനം പോകേണ്ടതിനോടെ ഇതിന്റെ പ്രീ ബോർഡിംഗ് അടക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വിമാനം ടേക്ക് ഓഫ് ആകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മസ്കറ്റിലേക്കുള്ള വിമാനം സർവീസ് നടത്തിയിരുന്നു. കാരണം ഇത് പ്രധാനമായും കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അതായത് മസ്കറ്റിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകളുമായി പോകുന്ന ഫ്ലൈറ്റ് ആണ് ഈ ഒമാൻ എയർ ഈ സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സർവീസുകൾക്ക് മുടക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഒമാൻ എയറിന്റെ മസ്കറ്റിലേക്കുള്ള സർവീസ് തുടരും. 8:10 അതോടൊപ്പം തന്നെ 2:25 ഒമാൻ എയർവേസിന്റെ സർവീസുകൾ ഇന്നുള്ളത്. കൂടാതെ 11:30 ജിദ്ദയിലേക്കാണ് സൗദി എയർലൈൻസിന്റെയും സർവീസ് ഉള്ളത്. ഈ നിലവിൽ സൗദിയുടെ വ്യോമപാത അടച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർവീസുകൾ ഇന്ന് നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സൗദി എയർലൈൻസ് നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ സർവീസുകൾ നടത്തിയിരുന്നു. ഏതായാലും എന്നാൽ വലിയ യാത്രക്കാരൊന്നും ഇങ്ങോട്ടേക്ക് ഇല്ല. ഈ ബുക്ക് ചെയ്യപ്പെട്ട ആളുകൾ തന്നെ പലരും ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും മലയാളികൾ നിരവധിയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കൊക്കെയുള്ള യാത്ര പലരും ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതാണ് ഇവിടെ എത്തിയപ്പോൾ പലരോട് സംസാരിച്ചപ്പോൾ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ആളുകൾ നേരത്തെ ഇവിടെ എത്തിയതിനു ശേഷം, അതായത് ഈ എയർലൈൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ അറിയിപ്പ് ശ്രദ്ധിക്കാതെ ഇവിടെ എത്തിയ ആളുകളുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ രീതിയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശങ്കയുണ്ട്. ഏതായാലും അവർ വിമാനം ക്യാൻസൽ ചെയ്തത് ഇവിടെ എത്തിയതിനു ശേഷമാണ് അറിഞ്ഞത്. അതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ നിന്നുള്ള ഏകദേശം 38 സർവീസുകൾ ഇതിനോടൊപ്പം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. കൂടാതെ കൊച്ചിയിലേക്ക് എത്തേണ്ട സർവീസുകളുണ്ട്. അതിനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന കാര്യത്തിലൊരു കൺഫർമേഷൻ ഇല്ല. കാരണം വിമാനം ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഏതായാലും വലിയ ആശങ്കയിൽ തന്നെയാണുള്ളത്. യാത്രക്കാർ ഉൾപ്പെടെ പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്ക അവർക്കുണ്ട് എന്നുള്ളതാണ്. നിരന്തരം വലിയ ആളുകളൊക്കെ ഉണ്ടാകുന്ന ഒരു എയർപോർട്ട് വിജനമായി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. ഹർഷൻ.